ഹലോ. ഫ്ലട്ടറിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ അതിന്റെ ബാക്കിയായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. പിന്നെ ബാക്കിയല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊരു പോയിന്റാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഫ്ലട്ടർ ഡോക്ടർ നമ്മളോട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോയി ഇൻസ്റ്റാൾ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് സീനാക്കിയിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അങ്ങോട്ട് വെച്ച് ഒന്നും നോക്കിയില്ല. വിച്ച് ഫ്ലട്ടർ എന്നുള്ള ആ ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പാത്തിലാണ് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്തത് എന്ന് കാണാൻ പറ്റും. സോ അതിൻ്റെ കൂടെ തന്നെ ഡാർട്ട് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർട്ടിൻ്റെയും കൂടെ ആ ഒരു STK പാത്ത് എവിടെ നിന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ അതാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സൈറ്റിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് സ്നാപ്പ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ സ്നാപ്പ് സ്റ്റോറിൽ കൂടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്നാപ്പിൻ്റെ സൈറ്റ് എടുത്തിട്ട് ഈ ഒരു സ്നാപ്പ് ഇൻസ്റ്റാൾ ആ ഒരു കമൻറ്റ് നമ്മൾ കോപ്പി ചെയ്ത് ടെർമിനലിൽ കൊടുക്കുകയാണ്. ടെർമിനലിൽ കൊടുത്തപ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഇൻസ്റ്റാൾഡ്. അപ്പോൾ മുമ്പെങ്ങാനോ ആരോ ചെയ്തു വെച്ച ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അറിയില്ല ആരാന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളിങ് നേരത്തെ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്ത പോലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇനി നമുക്കതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീണ്ടും അത് ഇൻസ്റ്റാൾ ആക്കുന്നില്ല. ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നു. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇതാ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഒന്നും കോൺഫിഗർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ ഇത് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ, പിന്നെ ഓപ്പൺ ആക്കി കോൺഫിഗർ ഒന്നും ചെയ്യാത്ത ഒരു സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് കൊടുത്തു. അതിൻ്റെ പാക്കേജ്, അതായത് ബിൽഡ് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പം അതിൻ്റെ കുറച്ച് ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ കുറച്ച് പാക്കേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും കൊടുക്കുക, എന്നിട്ട് ഫിനിഷ് എന്നുള്ള ബട്ടൺ അടിക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഡൗൺലോഡ് ആവട്ടെ. അപ്പോൾ ഡൗൺലോഡ് ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻ കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട്. കാരണം ഡൗൺലോഡ് ആവുന്നത് ഫുള്ള് കാണിച്ച് സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നേരെ ഫിനിഷ് ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ സെറ്റപ്പ് യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് എമുലേറ്റർ നമുക്ക് റൺ ചെയ്യണം. ആൻഡ്രോയിഡ് എമുലേറ്റർ റൺ ചെയ്താൽ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ ആ ഒരു നമുക്ക് എമുലേറ്റ് ചെയ്യിക്കാം. മീൻസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് അത് കാണാൻ പറ്റും. അപ്പോൾ സിസ്റ്റത്തിൽ തന്നെ. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് എമുലേറ്റർ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്തിട്ട് ഫിസിക്കൽ ഡിവൈസ് USB ഡീബഗ്ഗിങ് ഓണാക്കി നമുക്ക് മൊബൈലിൽ തന്നെ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ മൊബൈലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റും. അതാണ് ഏറ്റവും ഇതിനേക്കാളും നല്ലൊരു അപ്രോച്ച്. കാരണം ഈ ഒരു എമുലേറ്റർ, ആൻഡ്രോയിഡിൻ്റെ എമുലേറ്റർ റൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഭയങ്കര റാമ് അല്ലെങ്കിൽ നല്ല റിസോഴ്സ് എടുക്കും. അപ്പോൾ ഹാങ് ആവാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ അതില്ലാതെ തന്നെ മൊബൈലിൻ്റെ ഡിവൈസ് നമ്മൾ USB കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വയർലെസ് ആയാലും മതി. വൈഫൈയിൽ കൂടിയും നമുക്ക് ഡീബഗ്ഗിങ് ഓൺ ആക്കിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈലിൽ കൂടെ റൺ ചെയ്യാൻ പറ്റും. USB കുത്തിയതിന് ശേഷം USB ഡീബഗ്ഗിങ്, ഡെവലപ്പർ സെറ്റിങ്സിൽ പോയിട്ട് USB ഡീബഗ്ഗിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിർച്വൽ ഡിവൈസ് ആണ്. ഫസ്റ്റ് വിർച്വൽ ഡിവൈസ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഫ്ലട്ടർ ഡോക്ടർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ എറർ വരുന്നത് കാണാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കി, പക്ഷേ വീണ്ടും ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു എറർ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. കണ്ടോ, ഇവിടെ പാത്തിൽ കറക്റ്റായിട്ട് STK ഫ്ലട്ടർ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് പാത്ത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ പാത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ STK മാനേജർ, അതായത് മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് STK മാനേജറിൽ ആൻഡ്രോയിഡ് STK ലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അത് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ഫ്ലട്ടർ കോൺഫിഗ് -- ആൻഡ്രോയിഡ് STK എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമൻറ്റ് ഉണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഫ്ലട്ടർ കോൺഫിഗ് -- ആൻഡ്രോയിഡ് STK എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ള ആ പാത്ത് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക.
എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു SDK പാത്ത് സെറ്റായി. ഇനി ഒന്നുകൂടെ ഫ്ലട്ടർ ഡോക്ടർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി വരുന്ന ഇഷ്യൂ CMD ലൈൻ ടൂൾസ് എന്ന ഈ ഒരു പാക്കേജ് മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് നമുക്ക് നോക്കുന്നത്. ഇതിപ്പോൾ എവിടെ നിന്ന് ചെയ്യാനാണ്? അപ്പോൾ ഇത് ചെയ്യാൻ SDK ടൂൾസിൽ പോയിട്ട് രണ്ടാമത്തെ ടാബിൽ കാണാൻ പറ്റും ആ ഒരു പാക്കേജിൻ്റെ പേര്. അത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക. എന്നിട്ട് അത് ഡൗൺലോഡ് ആയതിനു ശേഷം ഫിനിഷ് അടിക്കുക, ഓക്കെ അടിക്കുക. ഇനി ഫ്ലട്ടർ ഡോക്ടർ അടിക്കുമ്പോൾ എന്താണ് ഇഷ്യൂസ് എന്ന് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ആൻഡ്രോയിഡ് ടൂൾ ചെയിനിൽ വേറൊരു ഇഷ്യൂ പറയുന്നുണ്ട്. സം ആൻഡ്രോയിഡ് ലൈസൻസ് ആർ നോട്ട് അക്സെപ്റ്റഡ്. ടു റിസോൾവ് ദിസ് റൺ ഫ്ലട്ടർ ഡോക്ടർ ഐഫോൺ ആൻഡ്രോയിഡ് ലൈസൻസ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ലൈസൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ചോദിക്കുന്നതിനൊക്കെ S കൊടുക്കുക, വൈ അടിച്ച് എൻ്റർ ചെയ്യുക. അത് വായിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അത് കുറേ ഉള്ളത് കൊണ്ട് ഞാൻ വായിച്ച് നോക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു 4-5 ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്ലട്ടർ ഡോക്ടർ അടിക്കുമ്പോൾ ക്രോമിലുള്ള ഇഷ്യൂ മാത്രമേ പറയുന്നുള്ളൂ. മീൻസ് ക്രോം ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ഫയർഫോക്സും ഈ ഒരു ബ്രേവ് ബ്രൗസറും മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്രോം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എങ്ങനെ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാം? അല്ലെങ്കിൽ ക്രോം ഓൾറെഡി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രോമിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. അല്ലെങ്കിൽ APT Get. അപ്പോൾ APT Get വെച്ച് എന്താ അതിൻ്റെ പാക്കേജിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അത് അടിച്ച് നോക്കിയിട്ട് വരുന്നില്ല. ഇനി സ്നാപ്പ് സ്റ്റോറിൽ ക്രോം ഉണ്ടോ നോക്കിയപ്പോൾ ക്രോമിയം മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ സ്നാപ്പ് സ്റ്റോറിൽ പോകുന്നില്ല, നേരെ ഗൂഗിളിൻ്റെ സൈറ്റിൽ തന്നെ ഗൂഗിളിൻ്റെ ക്രോമിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റ് ഉണ്ടല്ലോ, അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാണ് ബെസ്റ്റ്. അപ്പോൾ ചുമ്മാ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഗൂഗിളിൻ്റെ സൈറ്റിലോട്ട് അത് റീഡയറക്റ്റ് ചെയ്തു, google.com. എന്നിട്ട് അതിൽ ആ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഒരു ഡെബിയൻ പാക്കേജ്, DEB. ലിനക്സ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. വിൻഡോസ് ആണെങ്കിൽ EXE. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. DPKG വെച്ച് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഡൗൺലോഡ്സിൽ നമ്മൾ ഗൂഗിൾ ക്രോം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ DEB അത് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ ഫ്ലട്ടർ ഡോക്ടർ അടിക്കുന്ന സമയത്ത് എല്ലാം റൺ ആയിട്ടുണ്ട്, എല്ലാം പച്ച കത്തിയിട്ടുണ്ട്. മീൻസ് സക്സസ്ഫുള്ളി വി ആർ കംപ്ലീറ്റിംഗ് ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ഫ്ലട്ടർ. ഫ്ലട്ടർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആൻഡ്രോയിഡിൻ്റെ എമുലേറ്റർ, അതായത് ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വിർച്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്സൽ ഡിവൈസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തത്, ഇപ്പോൾ പിക്സൽ നെക്സസ് എല്ലാം പറഞ്ഞിട്ട് എല്ലാ നെക്സസിൻ്റെയൊക്കെ ഡിവൈസിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു Pixel 5 ഞാനിവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. Pixel 5 ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും? ഡൗൺലോഡ് കാണാമല്ലോ. നെക്സ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കി. ഈ ഡൗൺലോഡ് ഒന്ന് ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നു. എന്തായാലേ അവിടെ ഡൗൺലോഡുകൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ബട്ടൺ വെച്ചിട്ട് അവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് അവിടെ ആ ഒരു ലിങ്ക് പോലെയുള്ള ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് എന്തായാലും നടന്നുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. ഇനി എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ആ ഒരു ഇൻസ്റ്റാളേഷൻ പേജിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസി ബാക്കിയുണ്ടോ? അപ്പോൾ ലിനക്സ് സെറ്റപ്പിൽ എന്തോ പറയുന്നുണ്ട്, റൺ ദ ഫോളോയിങ് കമൻറ്റ് അഡീഷണൽ ലിനക്സ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത് ഇത്രയും പാക്കേജ് അല്ലെങ്കിൽ ഇത്രയും പാക്കേജ് റിക്വയർഡ് ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമൻറ്റാണ് APT Get ഇൻസ്റ്റാൾ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതും ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്നത് വെബ് ആപ്ലിക്കേഷൻ വിത്ത് ഫ്ലട്ടർ. അപ്പോൾ നെക്സ്റ്റിലേക്ക് അടിച്ചപ്പോൾ വെബ് ആപ്ലിക്കേഷൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്നുമില്ല കാര്യമായിട്ട്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ സംഭവം അത്രയും സെയിം സംഭവം തന്നെയാണ്. ക്രോം വേണം, ഡീബഗ്ഗിങ്
ഡീബഗ്ഗിങ് വിത്ത് ക്രോം എന്നാണ് പറയുന്നത്, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഫ്ലട്ടർ ചാനൽ സ്റ്റേബിൾ, അതായത് ഫ്ലട്ടറിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള പാക്കേജ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആളുള്ള ഒരു കമൻ്റാണത്. അപ്പോൾ ഇവിടെ ലിനക്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എന്തോ എറർ വന്നു. ഇവിടെ SDK കമ്പോണൻറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് ആക്കുക. ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു വിർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് വിർച്വൽ ഡിവൈസ് മാനേജറിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ട് വരും. ഇവിടെ ഈ എറർ എന്താണെന്ന് മനസ്സിലായില്ല. വീണ്ടും കൊടുക്കണം. വീണ്ടും കൊടുത്തിട്ടും ഈ ഒരു സെയിം ഇഷ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാൾ ആവുന്നില്ല. അപ്ഡേറ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. sudo apt അപ്ഡേറ്റ് ഒന്ന് കൊടുത്ത് നോക്കാം അല്ലേ. sudo apt അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസോഴ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. വേറെന്തോ എറർ വന്നല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന എററാണാവോ? എററില്ലാത്ത കളിയില്ല. ഓരോ എററും ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ എറർ വരിക. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അഥവാ ഫിക്സ് ആയാലോ, അഥവാ ബിരിയാണി കൊടുത്താലോ എന്നുള്ള രീതിക്ക് ഒന്നുകൂടെ അപ്ഡേറ്റ് റൺ ചെയ്ത് നോക്കാം. ആവും ചേട്ടാ, അപ്ഡേറ്റ് ആ ഒരു എറർ പോയി. ഇനി നമുക്ക് വീണ്ടും ആ ഒരു sudo apt get ഇൻസ്റ്റാൾ വെച്ചിട്ടുള്ള ആ ലിനക്സ് റിക്വയർമെൻറ്റ്സ് നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ആവാത്തത് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കും അവർ. അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയത് എന്തായാലും വീണ്ടും ഡൗൺലോഡ് ചെയ്യില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലട്ടർ ചാനൽ സ്റ്റേബിൾ ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ സ്വിച്ചിങ് ടു ഫ്ലട്ടർ ചാനൽ സ്റ്റേബിളായിട്ടുള്ള വെർഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലാതെ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഫ്ലട്ടർ ഡിവൈസ് അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസ് അവിടെ കാണാം. ഇപ്പോൾ ലിനക്സ് ആയതുകൊണ്ട് ലിനക്സ് വന്നു, പിന്നെ ക്രോം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്രോം വന്നു. ഇനി കാര്യമായിട്ട് ഇതിലൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ കോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ്റെ ഒരു മഴ ഒന്നുമില്ല.